പ്രിയപ്പെട്ട എച്ച് ജെസ് ടീച്ചർ, പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരെ, ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ രക്ഷിതാക്കളെ, കുട്ടികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമുക്കെല്ലാവർക്കും ദൈവത്തിൽ നിന്നുള്ള രക്ഷയും സമാധാനവും നമ്മുടെ ജീവിതത്തിൻ്റെ അഖില മണ്ഡലങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് സമാധാനം, ശാന്തി, സമാധാനം എന്നൊക്കെ പറയുന്നത് നമുക്ക് പണം കൊടുത്ത് വാങ്ങിക്കാൻ കഴിയുന്ന ഒന്നല്ല. കടകളിൽ പോയി നമ്മൾ സാധന സാമഗ്രികളൊക്കെ വാങ്ങിക്കുന്നത് പോലെ പണം കൊടുത്തോ പൊന്ന് കൊടുത്തോ ഒന്നും വാങ്ങിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ് സമാധാനം. ഇന്ന് നമ്മുടെയൊക്കെ അയൽപ്പക്കങ്ങളിലും നമ്മുടെ നാട്ടിലുമൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. സമാധാനമില്ലാതെ ജീവിക്കുന്ന ഒരുപാട് ജീവിതങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സമാധാനം കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മനസ്സ് നന്നാക്കിയാൽ മതി. ഒരു നല്ല മനസ്സ് നമുക്കുണ്ടോ നമുക്ക് സമാധാനം ലഭിക്കും. അതാരാ പറഞ്ഞത്? ഒരു നല്ല മനസ്സുണ്ടായാൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കുമെന്ന് ആരാ പറഞ്ഞത്? ലോക മനുഷ്യരോടായി ഒരു മഹാനായ ഒരു വ്യക്തി പറഞ്ഞതാണ്. ആരാണെന്നറിയോ? ആർക്കെങ്കിലും പറയാൻ കഴിയോ? 2025 നമ്മൾ നിൽക്കുന്നത്. 2025 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ യേശു ക്രിസ്തു പറഞ്ഞതാണ്. ബൈബിൾ വായിച്ച് നോക്കി അറിയാൻ പറ്റും. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം, അല്ലേ? ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഞാനിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പറയാനുള്ള കാരണം എന്താ? നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങാനാ. ഇറങ്ങിയോ? സന്മനസ്സുള്ളവർക്ക് നമ്മുടെ മനസ്സ് നല്ലതാണോ നമുക്ക് സമാധാനം കിട്ടും. ഒരു വീട്ടിലെ 5 പേരുണ്ടെങ്കിൽ 5 പേരുടെയും മനസ്സ് നല്ലതായിരിക്കും. അതിൽ ഒരാൾക്കുടെ മനസ്സ് നല്ലതല്ലെങ്കിലോ പോയി. ഒരു ഉദാഹരണം പറയാം. ഒരു വീട്ടിൽ 5 പേരുണ്ട്. ഒരാൾ മദ്യപാനിയാണ്, ബാക്കി 4 പേര് പക്കയാണ്. പോയില്ലേ? കാര്യം പോയില്ലേ? ഞാൻ പറഞ്ഞു മനസ്സിലായില്ല നിങ്ങൾക്ക്? ഒരു മദ്യപാനി വീട്ടിലുണ്ടെങ്കിൽ ആ കുടുംബം നശിക്കും, ഒരു സംശയം. ആ കുടുംബത്തിൽ ആ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയും? സമാധാനം ഉണ്ടാവോ? ഉണ്ടാവൂല. ഒരു കൊച്ച പറഞ്ഞിട്ടാ അവന്റെ ഉള്ളിലേക്ക് എത്രത്തോളം ആഴ്ന്നിറങ്ങിയിട്ടുണ്ടെന്ന് നോക്കിയേ. നമ്മുടെ സ്കൂളിലെ ഒരു എത്രയിലമായി പഠിക്കണേ? അവൻ എത്രയില്ല? കണ്ടോ? ഈ സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയാ. അവന്റെ മനസ്സിലേക്ക് എത്ര ആഴ്ന്നിറങ്ങിയിട്ടുണ്ടെന്ന് നോക്കിയേ. നമുക്ക് വരാം. അപ്പൊ സമാധാനം കിട്ടണമെങ്കിൽ എന്ത് വേണം? വെറുതെ പ്രാർത്ഥിച്ചിട്ട് മാത്രം കാര്യമില്ല. നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് ആ സമാധാനം നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുകയുള്ളൂ. അതാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു പറഞ്ഞത്. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഏതാണ്ട് മുഹമ്മദ് നബിയും അത് തന്നെയാണ് പഠിപ്പിച്ചത്. നിങ്ങൾ കേട്ടിട്ടില്ലേ? മുസ്ലിങ്ങൾ പരസ്പരം പറയുന്നൊരു വാചകമാണ് അസ്സലാമു അലൈക്കും. അറബി നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. തിരിച്ചു പറയും വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്, നിങ്ങൾക്കും സമാധാനം ഉണ്ടാകട്ടെ. അതാണ് അതിൻ്റെ അർത്ഥം. ഈ 2 പ്രവാചകന്മാരും ഈ 2 പേരും പറഞ്ഞത് ഒരേ കാര്യമാണ്.
യേശുക്രിസ്തു ലോക ജനതയോട് പറഞ്ഞു വെച്ചു ഒരു മുദ്രാവാക്യം, ഒരു സാക്ഷ്യവചനമായിട്ട്. മുഹമ്മദ് നബി അത് നടപ്പിൽ വരുത്തി. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വിഷയത്തിൻ്റെ കാതലിലേക്ക് കടക്കുകയാണ്. ഒരു ചോദ്യം ഞാൻ ആദ്യം ചോദിക്കുകയാണ്. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു ചോദ്യം എൻ്റെ രക്ഷിതാക്കളോട് ഞാൻ ചോദിക്കുകയാണ്. മോനെ, സംസാരിക്കരുത്, സാറിന് ഇഷ്ടമല്ല. ക്ലാസ്സിന് തടസ്സമുണ്ടാകുന്ന രൂപത്തിൽ ഒരാൾ സംസാരിക്കാൻ പാടില്ല. നീ എത്രയില പഠിക്കണേ? 3-ല്. അപ്പൊ അറിയാലോ നിനക്ക്, എന്നറിയാലോ. നമ്മുടെ കുഞ്ഞുങ്ങൾ വീട്ടിൽ സുരക്ഷിതരാണ്? ഇതാണ് എൻ്റെ ചോദ്യം. വീട്ടിൽ, പുറത്തെ കാര്യമല്ല ചോദിക്കണം കേട്ടോ. പുറത്ത് നമ്മുടെ കുട്ടികൾ സുരക്ഷിതരല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മുടെ കുട്ടികൾ സുരക്ഷിതരല്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ കുട്ടികൾ സുരക്ഷിതരാണ്. നമ്മുടെ വീട്ടിൽ, എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടികൾ സുരക്ഷിതരാണ് എന്നാണ് എനിക്ക് പറയാൻ സാധിക്കും. എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടികൾ സുരക്ഷിതരാണ്. ഈ ചോദ്യം നിങ്ങൾ എന്നോട് ചോദിച്ചാൽ തീർച്ചയായും എൻ്റെ മറുപടി, എൻ്റെ വീട്ടിൽ എനിക്ക് 3 കുട്ടികളാണ്. മൂത്ത കുട്ടി മോളാണ്, അവിടെ +2 പഠിക്കുന്നു. രണ്ടാമത്തെ കുട്ടി മോനാണ്, 8ാം ക്ലാസ്സിൽ. ഇളയ കുട്ടി UKG പഠിക്കുന്നു, 5 വയസ്സ്. അവർ 3 പേരും സുരക്ഷിതരാണ് എന്നാണ് 100% എൻ്റെ വിശ്വാസം. യെസ്. നിങ്ങൾക്ക് എന്താ പറയാൻ കഴിയുക? യെസ് ഓർ നോ? എല്ലാവരോടും ചോദിക്കാൻ സമയം കേട്ടോ. 1 മണിക്കൂറാണ് എനിക്ക് അനുവദിക്കപ്പെട്ട സമയം. നിങ്ങൾക്ക് എല്ലാവർക്കും യെസ് എന്നായിരിക്കും ഉത്തരം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നോ എന്നാണ് ഉത്തരവെങ്കിൽ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയണം രഹസ്യമായി. എൻ്റെ വീട്ടിൽ കുട്ടി സുരക്ഷിതയല്ല, അത് ഞങ്ങളോട് പറയാം. അപ്പം അതിൻ്റെ പരിഹാരങ്ങളും മാർഗങ്ങളും ഒക്കെ ഞങ്ങൾക്ക് പറയാനുണ്ട്. പരിഹരിക്കാൻ കഴിയും ഞങ്ങൾക്ക്. അപ്പോൾ ഈ ചോദ്യം ഞാൻ ഒരു വട്ടം കൂടി നിങ്ങളോട് ചോദിക്കും. ഇത് ആദ്യത്തെ ചോദ്യം. എൻ്റെ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ ഞാൻ ചോദിച്ചു. ഈ ക്ലാസ്സിൻ്റെ അവസാനം ഞാൻ ഈ ചോദ്യം ഒന്നും കൂടി നിങ്ങളോട് ചോദിക്കും. ചോദ്യം ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ കുഞ്ഞുമക്കൾ നമ്മുടെ വീട്ടിൽ സുരക്ഷിതരാണോ? യെസ് എന്നാണ് നിങ്ങൾ പറഞ്ഞ ഉത്തരം. ടീച്ചേഴ്സ് ശ്രദ്ധിക്കുക. ഇവരെല്ലാവരും പറഞ്ഞ ഉത്തരം യെസ് എന്നാണ്. അല്ലേ? യെസ് അല്ലേ? യെസ്. ഓക്കെ, നമുക്ക് ക്ലാസ് മുന്നോട്ട് പോവാം. ഇനി ഒരു ചോദ്യം കൂടി ചോദിക്കണം. നിങ്ങൾ എന്തിനാ ജീവിക്കുന്നത്? എന്തിനാ ജീവിക്കുന്നത്? പെട്ടുപോയാ? പെട്ടിട്ടില്ല? മോനാണോ? ശരി, ഈ മോനെ നോക്കിയിട്ടൊന്ന് പറഞ്ഞേ, എന്തിനാ ജീവിക്കുന്നത്? മക്കൾക്ക് വേണ്ടിയോ? എൻ്റെ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ടായി അല്ലേ? യെസ്. എന്തിനാ ജീവിക്കുന്നത്? എന്തിനാ ജീവിക്കുന്നത്? മക്കൾക്ക് വേണ്ടിയാ ജീവിക്കുന്നത് അല്ലേ? എന്നോട് ചോദിച്ചാലും ഞാനും പറയും അതെ, എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. നമുക്ക് വരാം ഈ 2 ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്കും ഇടയ്ക്ക് നമുക്ക് കയറി വരേണ്ടി വരും. ഇനി എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ഒരു UP സ്കൂളിലാണ് ആദ്യമായി ജോലിക്ക്. അങ്ങനെ UP സ്കൂളിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ 7ാം ക്ലാസ്സിലെ ഒരു കുട്ടി, ഒരു ആൺകുട്ടിയാണ്. ഏത് സ്കൂളിലാണെന്നോ ഏത് കുട്ടിയുടെ പേരോ ഒന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ വിചിത്രമായൊരു അനുഭവം മാത്രമാണ്. എന്നെ വളരെ വേദനിപ്പിച്ചൊരു സംഭവമാണ്. ആ കുട്ടി 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൻ്റെ ഒരു ദുസ്വഭാവം, അവൻ്റെ സ്വഭാവം, അവനെക്കുറിച്ചൊരു പരാതി വന്നു. പരാതി വന്നപ്പോൾ ഞങ്ങൾ 3 മെയിൽ സ്റ്റാഫാണ് സ്കൂളിലുള്ളത്. ഞങ്ങൾ 3 പേരും അവനെ വിളിച്ച് ചോദ്യം ചെയ്തു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞത്, ഇല്ല സാറേ, ഞാനത് ചെയ്തിട്ടില്ല. അവൻ ചെയ്ത തെറ്റ്, അവനിൽ ആരോപിക്കപ്പെടുന്ന, ഞങ്ങളതിന് തെളിവില്ല, ആരോപിക്കപ്പെടുന്ന കുറ്റം അവൻ ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവൻ്റെ പേരിൽ ആരോപിക്കപ്പെടുന്ന കുറ്റം, പെൺകുട്ടികൾ നടന്നു പോകുമ്പോൾ അവൻ്റെ കാലിങ്ങനെ വെച്ചു, ആ കുട്ടി മുന്നുകുത്തി വീഴും. അങ്ങനെയാണ് പരാതി വന്നത്.
പരാതി വന്നപ്പോൾ ഞങ്ങൾ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവൻ നിഷേധിച്ചു. എന്നിട്ട് അവൻ എന്നോടൊരു ഡയലോഗ് തട്ടു. അതിലാണ് ഞങ്ങൾ വീണുപോയി. ഞാൻ അങ്ങനെ ചെയ്യൂ സാറേ. അപ്പോൾ അവൻ്റെ പക്വത നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ അങ്ങനെ ചെയ്യൂ സാർ. പിന്നെ ഞങ്ങൾ അവനെ ചോദ്യം ചെയ്തില്ല. നീ പൊയ്ക്കോ കുഴപ്പമില്ല, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു അവനെ പറഞ്ഞു വിട്ടു. തല്ലിയില്ല, വഴക്ക് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ 7ാം ക്ലാസ്സിൻ്റെ തൊട്ടപ്പുറത്ത് 5ാം ക്ലാസ്സാണ്. ഞാൻ 5ാം ക്ലാസ്സിലെ ക്ലാസ് കഴിഞ്ഞ് ലഞ്ച് ബ്രേക്കിന് ബെല്ലടിച്ചു. ഞാൻ ആ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി വരാം. എൻ്റെ ഹൈറ്റ് നിങ്ങൾക്കറിയാലോ. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഹൈറ്റ് എനിക്കുള്ളൂ, അവനിക്ക് എൻ്റെ ഹൈറ്റേ ഉള്ളൂ. അപ്പം ഞാൻ ബെല്ലടിച്ചപ്പോൾ, ലഞ്ച് ബ്രേക്കിന് ബെല്ലടിച്ചപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഈ കുട്ടിയുണ്ട്. കുറച്ച് പെൺകുട്ടികൾ കൈ കഴുകി അവനെതിരെ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഞങ്ങൾക്കെതിരായിട്ട്. ഈ കുട്ടിക്കെതിരെ തൊട്ട് ബാക്കിൽ ഞാനാണ്. അപ്പം ഞാനിങ്ങനെ നോക്കാം, ഇവനെങ്ങാനും ഇടങ്കാല് വെക്കുന്നുണ്ടോ എന്നിങ്ങനെ നോക്കി നടക്കുമ്പോണ്ട് അവൻ്റെ കാലിങ്ങനെ നീണ്ടു വരുന്നു. കാലിങ്ങനെ നീണ്ടു വന്നിട്ട് ഒരു പെൺകുട്ടി, അറ്റത്ത് നടന്ന പെൺകുട്ടി, അവനടുത്തെത്തിയപ്പോൾ ആലോചിച്ചു. ആ കുട്ടി മുന്നും കുത്തി വീണ വഴിക്ക് ഞാൻ ആ കുട്ടീനെ ഒരു കൈ കൊണ്ട് പിടിച്ചു, എൻ്റെ ഇടത് കൈ കൊണ്ട് അവൻ്റെ തോർത്ത് പിടിച്ചു. തൊട്ട് ബാക്കിൽ ഞാനുണ്ട്, അവരെന്നെ കണ്ടിട്ടില്ല. ആ കുട്ടി വീഴാതെ നോക്കേണ്ടത് എൻ്റെ ബാധ്യതയും ഇവന് വിടാതെ പിടിക്കേണ്ടത് എൻ്റെ ബാധ്യത. ഒരു കൈ കൊണ്ട് അവനെ പിടിച്ചു, ഈ പെൺകുട്ടിയെ പിടിച്ചു, എൻ്റെ ഇടത് കൈ കൊണ്ട് അവനെ പിടിച്ചു. കുട്ടീനോട് ചോദിച്ചു കുഴപ്പമൊന്നുമില്ലല്ലോ, ഇല്ല വീണില്ല, ഓക്കെ നീ പോയിക്കോ ക്ലാസ്സിലേക്ക് പോയി. അവനെ കൊണ്ട് ഞാൻ ക്ലാസ്സിൽ ഓഫീസിലേക്ക് പോകും. അവനെ ചോദ്യം ചെയ്തു. അപ്പോൾ അവൻ ഞാൻ കണ്ടടാ നീ ചെയ്ത് ഞാൻ കണ്ടു. നീ എന്തങ്ങനെ ചെയ്ത്? എനിക്കങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ചെയ്തു. അപ്പം ഇതിനു മുമ്പ് നീ ചെയ്തിട്ടില്ല എന്നാണല്ലോ പറഞ്ഞത്. അത് ഞാൻ അന്ന് സാറിനടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ്. എടാ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ നീ അങ്ങനെ ചെയ്ത്? അപ്പം അതിന് മറുപടി ഇല്ല. ഇനി ചെയ്യോ? ഇനി ചെയ്യില്ല. ഒഴുക്ക മട്ടിൽ അവൻ ചെയ്യില്ല. അപ്പം എനിക്ക് ഉറപ്പാ അവൻ ഇനി ചെയ്യും. അപ്പം ഞാൻ മാറ്റിപ്പിടിച്ചു, ചോദ്യം മാറ്റിപ്പിടിച്ചു. ഞാൻ അവനോട് ചോദിച്ചു, മോനെ നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അപ്പോൾ അവൻ പറഞ്ഞ എല്ലാവരും ഉണ്ട് സാറേ. അപ്പം ഈ മറുപടിയിൽ എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാൻ കേട്ടോ. എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിലെനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. ഞാൻ പറഞ്ഞു, നീ പറടാ ആരൊക്കെ ഉണ്ട്? എല്ലാവരും ഉണ്ട് സാറേ. അപ്പം അവൻ്റെ മാറി. നിന്റെ വീട് എവിടെയാ? ഇന്ന സ്ഥലത്ത്. അച്ഛൻ എന്ത് ചെയ്യുന്നു? വർക്ക്ഷോപ്പാണ്. എവിടെ വർക്ക്ഷോപ്പ്? വീട്ടിൽ തന്നെയാണ്. ആയിക്കോട്ടെ നീ പോയിക്കോ. അവനെ ക്ലാസ്സിലേക്ക് വിട്ടു. അന്ന് വൈകുന്നേരം അവൻ പറഞ്ഞ സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങി അവൻ്റെ വീട്ടിൽ ചെന്നു. ഒരു കടയിൽ ചോദിച്ചു, അവൻ്റെ വീട്ടിൽ ചെന്നു. ചെല്ലുമ്പോൾ അവൻ്റെ അച്ഛൻ അവിടെ ഇല്ല, വർക്ക്ഷോപ്പാണ്, വണ്ടികൾ നന്നാക്കുക. അവൻ്റെ അച്ഛൻ എന്തോ വാങ്ങിച്ചിരിക്കാൻ പോയേക്കെ പുറത്ത്. പെട്ടെന്ന് അവിടെ വയസ്സായ ഒരു സ്ത്രീ ഇരിപ്പുണ്ടായിരുന്നു, അവൻ്റെ അച്ഛൻ്റെ അമ്മയാണ്. അപ്പം എന്നോട് വെച്ചാൽ ആരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നാക്കട ഈ വീട്ടിലെ കുട്ടിയുടെ അധ്യാപകനാണ്, സ്കൂളിൽ നിന്ന് വരികയാണ്. അവൻ വന്നു എന്ന് വെച്ചപ്പോൾ ഇല്ല, അവൻ നടന്നാൽ വരിക, അവിടെ നിന്ന് സ്കൂളിൽ നടന്നാൽ വരിക. ആയിക്കോട്ടെ, ഞാൻ അവൻ്റെ മാഷാണ്, ഒന്ന് പരിചയപ്പെടാനും സംസാരിക്കാനൊക്കെ ആയിട്ട് വന്നാണ്, വീട്ടിലെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി വന്നാണെന്ന് തോന്നുന്നു. അപ്പം അച്ഛനില്ല. അമ്മ എവിടെയെന്ന് ചോദിച്ചു. അപ്പം പെട്ടെന്ന് പറഞ്ഞു, അമ്മ ഇല്ല. അപ്പം ഞാൻ ചമ്മക്കെന്ത് പറ്റി? അമ്മ അപ്പം ഞാൻ വിചാരിച്ച അമ്മ മരിച്ചു പോയിന്നാ. അപ്പം ഞാൻ വിചാരിച്ച അമ്മ മരിച്ചോ? ഇല്ല, അമ്മ മരിച്ചിട്ടൊന്നുമില്ല. ഈ ചായ കുടിക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത് കേട്ടോ. ചായ കുടിയിലേക്ക് മാത്രമാകരുത് നിങ്ങളുടെ ശ്രദ്ധ. അപ്പം ഈ വല്യമ്മ പെട്ടെന്ന് കണ്ണുകളൊക്കെ നിറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മരിച്ചതല്ല, അത് പോയി. എവിടേക്ക് പോയി, എങ്ങനെ പോയി എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. കാരണം നമ്മുടെ കുട്ടികളുടെ ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചു.
ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി ഞാൻ വ്യക്തമാക്കി പറയണ്ടല്ലോ, മനസ്സിലായില്ലേ? യെസ്. ആ കുട്ടി അന്ന് 1ാം ക്ലാസ്സിൽ പഠിക്കാം. 7 കൊല്ലം മുമ്പ് നടന്ന സംഭവം. അന്ന് അവൻ 7ലാണ്. ഞാനിത് പറയുമ്പോൾ അവൻ 7ലാണ്. ഈ സംഭവം നടക്കുമ്പോൾ 7ലാണ്. അവൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നടക്കുന്ന സംഭവമാണ്. ആരാണ് അവൻ്റെ ജീവിതം നശിപ്പിച്ചത്? അവൻ ആ സ്കൂളിലെ പെൺകുട്ടികളെ മാത്രമാണ് അവൻ ഇടങ്കാലിട്ട് വീഴ്ത്തുന്നത്. ഒരാൺകുട്ടീനെ അവൻ ചെയ്യുന്നില്ല, ഒരാൺകുട്ടീനെ അവൻ ഉപദ്രവിക്കുന്നില്ല. പെൺകുട്ടികളെ മാത്രമാണ് അവൻ്റെ ടാർഗറ്റ്. ഒന്നാലോചിച്ച് നോക്കി, പെൺകുട്ടികളെ മാത്രം. എന്തായിരിക്കും അതിൻ്റെ സൈക്കോളജി? പെണ്ണുങ്ങളോടാണ് അവനിക്ക് പ്രതികാരം. എവിടെ നിന്ന് കിട്ടി ഈ പ്രതികാരം? നിങ്ങൾ പറഞ്ഞോ. അമ്മയിൽ നിന്ന് കിട്ടി. എന്താ കാരണം? 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവൻ്റെ അമ്മ അവനെ ഉപേക്ഷിച്ച് പോയപ്പോൾ അമ്മയോടൊരു പ്രതികാരം മനസ്സിൽ തുടങ്ങി. അഥവാ നമ്മൾ വിചാരിക്കും നമ്മുടെ കുട്ടികളുടെ മനസ്സിലൊന്നുമില്ല അല്ലേ? നമ്മളങ്ങനെ വിചാരിക്കുക നമ്മുടെ കുട്ടികളുടെ മനസ്സ് 0 ഒരു കുഴപ്പമില്ലാതെ. അല്ല, നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ ഓടിക്കളിക്കുന്ന ഒരുപാട് വികാരങ്ങളുണ്ട്. അവരെ നമ്മൾ അറിയിക്കാറില്ല, ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കും. അറിയാം നിങ്ങൾക്ക്? അത് ഞാൻ വരുന്നുണ്ട്, പറയാം. അപ്പൊ ഈ കുട്ടി പ്രതികാരം കാണിക്കുകയാണ്, അമ്മയോടുള്ള പ്രതികാരം മറ്റ് പെൺകുട്ടികളോട് കാണിക്കുകയാണ് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വീട്ടിൽ ചെന്നു, എൻ്റെ വൈഫിനോട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചു. കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ തമ്മിലൊരു കൂടിയാലോചന നടത്തി. ഇതിനിപ്പോൾ എന്താ സൊല്യൂഷൻ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് പിറ്റേ ദിവസം സ്കൂളിൽ വന്നു. HMനോട് കാര്യങ്ങൾ പറഞ്ഞു. സ്റ്റാഫിലെ SRGയിൽ ചർച്ച ചെയ്തു. അവനെ HM വിളിച്ചു. ഒരമ്മയുടെ സ്നേഹം ആ HMൽ നിന്ന് അവന് ലഭിച്ചു. ഇപ്പം അവൻ്റെ അവസ്ഥ എന്താ എനിക്കറിയില്ല. 16 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം, 16 വർഷം മുമ്പ്. ഇപ്പം അവൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ കുട്ടിയെ അങ്ങനെ ഒരവസ്ഥയിലേക്ക് തള്ളിവിട്ടത് അവൻ്റെ അമ്മയാണ്. അമ്മ കാണിച്ച പക്വതയില്ലാത്ത, മാന്യതയില്ലാത്ത ഒരു പ്രവർത്തനം, ഒരു കുടുംബത്തെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ട്, ഒരു കുടുംബത്തിൻ്റെ എല്ലാ അവസ്ഥയും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട്, ആ കുട്ടിയുടെ ജീവിതം ഒരു ചോദ്യചിഹ്നമാക്കിക്കൊണ്ട് അവൻ കുട്ടിയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ ആ കുട്ടി തൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളെ ഇടങ്കാലിട്ട് മറിച്ച് തുടങ്ങി. നാളെ അവനൊരു ക്രിമിനൽ ആവില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ആ കുട്ടി ഭാവിയിൽ അവന് ക്രിമിനലായി വരുന്നതിൻ്റെ ലക്ഷണങ്ങൾ അവൻ കാണിക്കുന്നത്. അതിൽ നിന്ന് അവനെ രക്ഷിക്കേണ്ടത് നമ്മളാണ്, സമൂഹമാണ് അവനെ രക്ഷിക്കേണ്ടത്. ഞാൻ എന്തിനാണിത് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? കുഞ്ഞു മനസ്സുകളിൽ ഉണ്ടാക്കുന്ന വിഷമങ്ങൾ അവരുടെ ജീവിതത്തെ ബാധിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന, വീടുകളിൽ വെച്ചായാലും എവിടെ വെച്ചായാലും, അത് സമൂഹത്തിൽ വെച്ചായാലും റോട്ടിൽ വെച്ചായാലും വെളിയിൽ വെച്ചായാലും, കുട്ടികൾക്കുണ്ടാകുന്ന വിഷമങ്ങൾ അവരുടെ ജീവിതത്തെ ബാധിക്കും. അപ്പം മനസ്സിലെ വിഷമങ്ങൾ നിറയുന്ന ഒരു സംഭവം അല്ലേ? ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം. നമ്മുടെ കാര്യത്തിൽ നമുക്ക് 2 മനസ്സുകളുണ്ട് അല്ലേ? 2 മനസ്സുണ്ട്. ഒന്ന് കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസ് മൈൻഡും അല്ലേ? ഇപ്പൊ ഈ ഇരിക്കുന്ന എല്ലാവർക്കും ഏത് മൈൻഡാ പ്രവർത്തിക്കുന്നത്? കോൺഷ്യസ് മൈൻഡാണ്, ബോധ മനസ്സ് അല്ലേ? ഇപ്പൊ നമുക്ക് പ്രവർത്തിക്കുന്നത് കോൺഷ്യസ് മൈൻഡാണ്. പക്ഷെ രാത്രി നമ്മൾ നല്ല ഉറക്കത്തിലേക്കാണ് പോയാൽ അൺകോൺഷ്യസ് മൈൻഡാണ് പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് ഉറക്കത്തിൽ കിടന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് തിരിയില്ല അല്ലേ? തിരിയോ? നമ്മൾ പറയുന്നത് തിരിയില്ല. അതെന്താ കാരണം? ബോധ മനസ്സല്ല സംസാരിക്കുന്നത്, ഉപബോധ മനസ്സാണ് സംസാരിക്കുന്നത്, അൺകോൺഷ്യസ് മൈൻഡാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഫോണൊക്കെ ഒന്ന് സൈലൻ്റ് ആക്കണം കേട്ടോ, ഫോൺ ഒന്ന് സൈലൻ്റ് ആക്കണം. അപ്പോൾ അൺകോൺഷ്യസ് മൈൻഡിലേക്കാണ് നമ്മുടെ പല പ്രശ്നങ്ങളും ചെന്ന് വീഴുന്നത്. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായി,
നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? ചെറിയ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ വരും. മനുഷ്യരാണ്, ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ വരും. അങ്ങനെ വരുമ്പോൾ മക്കളെ, ആ കുട്ടികളെ വിളിച്ച് നിങ്ങളൊന്നും അവിടെ ഇരിക്കണം, അതിന് പുറത്തു പോകണം. എൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടിയെ ഞാൻ സംസാരിക്കാൻ അനുവദിക്കാറുണ്ട് അല്ലേ? ഓരോരോ ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ വരും. അത് വരുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. ഒരു ആഴ്ച കഴിയുമ്പോൾ വിഷമങ്ങളൊക്കെ മാറി നമ്മൾ സാധാരണ നിലയിലേക്ക് വരാറില്ലേ? പക്ഷെ സത്യത്തിൽ ആ വിഷമം പോകുന്നുണ്ടോ? പിന്നെ അത് എങ്ങോട്ടാ പോകണം? അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പോകണം, ജീവിതത്തിൽ നിന്ന് പോണില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർക്കാറുണ്ട് ആ വിഷമം അല്ലേ? ആ അൺകോൺഷ്യസ് മൈൻഡിൽ പോയി ഇങ്ങനെ കിടക്കും. കുറെ നാളിൽ വീണ്ടും പ്രശ്നങ്ങളുണ്ടാവും. കുറെ പ്രശ്നങ്ങൾ വീണ്ടും വരും. 2 ദിവസം കഴിയുമ്പോൾ അതങ്ങോട്ട് മാറും, നമ്മൾ അതിനോട് പൊരുത്തപ്പെടും. ആ പ്രശ്നങ്ങൾ എങ്ങനെ പോണേ? വീണ്ടും അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പോകും. ഞാൻ പറയുന്നത് ബാക്കിലേക്ക് കേൾക്കുന്നുണ്ടോ? ബാലൻസ് ശ്രദ്ധിക്കുന്നുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഞാൻ പറയുന്നത്. അത് ഈ ക്ലാസ്സിന്റെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഓരോ പ്രശ്നങ്ങളും 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ മറക്കുകയും അതിൽ നിന്ന് നമ്മൾ മോചനം തേടി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പഴയ അവസ്ഥയിലേക്ക് മാറും. പക്ഷേ ആ പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. നമ്മളത് ഒതുക്കി, ആ വിഷമങ്ങളൊക്കെ മനസ്സിൽ ഒതുക്കി നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സിലേക്ക് പോകുന്നു. എന്നിട്ട് എന്ത് സംഭവിക്കും? നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ കുടത്തിൽ വെള്ളം നിറച്ചു. കുടത്തിൽ വെള്ളം നിറച്ചാൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? കുടത്തിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? പിന്നെ വെള്ളം ഒഴിച്ചാൽ എന്ത് സംഭവിക്കും? നിറകുടം തുളുമ്പും. കാരണന്മാര് വെറുതെ പറയുന്നതല്ല കേട്ടോ. കാരണന്മാര് വലിയ പഠിച്ചില്ലേ? നിറകുടം തുളുമ്പും. നമ്മുടെ കാരണവന്മാരുടെ ചൊല്ലിൽ എന്തില്ല? പതിയില്ല. നിറകുടം തുളുമ്പും. ഒരു സംശയമില്ല കാര്യത്തിൽ അല്ലേ? പറഞ്ഞ മനസ്സിലായോ? നമ്മുടെ വാട്ടർ ടാങ്കിലേക്ക് മോട്ടോർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ ഒരു ഓവർഫ്ലോ പൈപ്പ് ഇട്ടില്ലേ? നിറഞ്ഞു കഴിയുമ്പോൾ പുറത്തേക്ക് വരില്ലേ? പ്രകൃതിയുടെ ഒരു പ്രതിഭാസം. നിറഞ്ഞു കഴിഞ്ഞാൽ പോരും. അപ്പൊ ഈ അൺകോൺഷ്യസ് മൈൻഡ് നിറഞ്ഞാൽ എന്ത് സംഭവിക്കും? അൺകോൺഷ്യസ് മൈൻഡ് നിറഞ്ഞു. ശ്രദ്ധിച്ചോ? ബാക്കിൽ ഇരിക്കുന്നവർ ശ്രദ്ധിക്കുന്നുണ്ടോ? അൺകോൺഷ്യസ് മൈൻഡ് നിറഞ്ഞു, ഉപബോധ മനസ്സ് നിറഞ്ഞു. പ്രശ്നങ്ങൾ ഇങ്ങനെ പോയി 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 നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് നിറഞ്ഞു. അങ്ങനെ നിറഞ്ഞു പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ സമയത്താണ് നിറഞ്ഞ് കവിഞ്ഞിങ്ങനെ കിടക്കുക. ആ സമയത്താണ് നമ്മുടെ ഭർത്താവ് നമ്മളോട് എന്തോ പറയുന്നു, അല്ലെങ്കിൽ അമ്മായിയമ്മ എന്തെങ്കിലും പറയുന്നു. അപ്പൊ കവിഞ്ഞ് നിൽക്ക. എന്ത് പറ്റും? നിറകുടം തുളുമ്പും. എന്താ സംഭവിക്കുക? പൊട്ടിത്തെറിക്കും. നമ്മൾ പലപ്പോഴും പൊട്ടിത്തെറിക്കാറുണ്ടല്ലേ? എന്താ കാരണം? പിടിയോ? പൊട്ടിത്തെറിക്കുന്നതിന്റെ കാരണം ഇതാണ്. എന്താ കാരണം? ചില പാരന്റ്സ് ഇവിടുന്ന് പോകാനായിട്ട് മുങ്ങാൻ വേണ്ടി അവിടെ പോയപ്പോ ഞാനും സിസ്റ്ററൊക്കെ പറഞ്ഞു, പോവല്ലേ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സാണ്, പോവല്ലേ എന്ന് ഞങ്ങൾ പറഞ്ഞത് ഇതാണ് കേട്ടോ. അതായത് നമ്മുടെ മനസ്സിൽ, ഉപബോധ മനസ്സിലെ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞു കിടക്കാം. അതിന്റെ മുകളിലേക്ക് വീണ്ടും പ്രശ്നങ്ങൾ വരുമ്പോൾ നിറഞ്ഞ് കവിഞ്ഞു കിടക്കാം. അതിലേക്ക് വന്ന് വീണ്ടും നിറഞ്ഞിട്ട് പിന്നെ ഒരു പ്രശ്നം വരുമ്പോ അവിടെ എന്തില്ല? സ്പേസ് ഇല്ല. അത് പുറത്തേക്ക് ഒഴുകും. പ്രകൃതിയുടെ പ്രതിഭാസം നമ്മുടെ ശരീരത്തിലുണ്ട്. നമ്മുടെ പ്രകൃതിയിൽ കാണുന്ന പല പ്രതിഭാസങ്ങളും നമുക്കുണ്ട്. പ്രകൃതിക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല കേട്ടോ. ഒരു മരം പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞപ്പോ അതിന്റെ മുകളിലേക്ക് വേറെ പ്രശ്നങ്ങൾ വന്നപ്പോ നമ്മൾ പൊട്ടിത്തെറിച്ചു. ഒരാൾ പൊട്ടിത്തെറിക്കുമ്പോ, ഭാര്യ പൊട്ടിത്തെറിക്കുമ്പോ ഭർത്താവ് മനസ്സിലാക്കണം. ഭാര്യ പൊട്ടിത്തെറിക്കുമ്പോ ഭർത്താവ് മനസ്സിലാക്കണം, അവളുടെ മനസ്സ്, അവളുടെ ഉപബോധ മനസ്സ് നിറഞ്ഞു കവിഞ്ഞു കിടക്കുകയാണ്. മാനസിക വിഷമങ്ങൾ കൊണ്ട് അവളുടെ അൺകോൺഷ്യസ് മൈൻഡ് നിറഞ്ഞു കിടക്കുകയാണ്. ഇതങ്ങോട്ട് ചെന്നപ്പോ പുറത്തേക്ക് വന്നതാണ് എന്ന് മനസ്സിലാക്കിയാൽ അവിടെ പിന്നെ വല്ല പ്രശ്നങ്ങളുണ്ടോ?
ഭർത്താവ് പൊട്ടിത്തെറിക്കുമ്പോൾ ഭാര്യ മനസ്സിലാക്കുകയാണ് അദ്ദേഹത്തിന്റെ ഉപബോധ മനസ്സിൽ പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ടാണ് പുതിയൊരു പ്രശ്നം വന്നപ്പോൾ അദ്ദേഹത്തിന് താങ്ങാൻ കഴിഞ്ഞില്ല, അത് തുളുമ്പി പുറത്തേക്ക് വന്നതാണ്. ഇത് മനസ്സിലാക്കിയാൽ അവിടെ പിന്നെ പ്രശ്നങ്ങളില്ല. അതാണ് പ്രശ്നം. പരസ്പരം മനസ്സിലാക്കുന്നില്ല. ഭാര്യ ഭർത്താവിനെ മനസ്സിലാക്കുന്നില്ല, ഭർത്താവ് ഭാര്യ മനസ്സിലാക്കുന്നില്ല. അതാണ് ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെയും കാരണം. വിവാഹമോചന കേസുകളുടെ എണ്ണം പെരുകുന്നതിന്റെ കാരണം ഇതാ, പരസ്പരം മനസ്സിലാക്കുന്നില്ല. പരസ്പരം മനസ്സിലാക്കുന്നില്ല. ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിലെ വെക്കേഷൻ തുടങ്ങി, ഞാനിവിടുത്തെ ക്ലാസ്സും കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ അയൽപക്കത്തെ വീട്ടിലെത്ത ഓടിക്കളിച്ച് വന്നിട്ട്, മോനെ എൻ്റെ കൂടെ ഒന്ന് പോയി. എവിടെയാണ്? മാളെ മരുമോള് പോയി, പിണങ്ങിപ്പോയി, മോളെ കൊണ്ടുവന്ന. ഞാൻ പോയി കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു വീട്ടിൽ. ചായ കുടിച്ച് അവിടെ വെച്ചുകൊണ്ട് വൈഫിനോടും ഉമ്മാനോടും പറയാനിപ്പോൾ വരട്ടെന്നും പറഞ്ഞു അവരിവിടെ പോയി. ആ പെങ്കൊച്ചായിട്ട് സംസാരിച്ചപ്പോൾ ആ പെങ്കൊച്ച് പറഞ്ഞു, ഇല്ല കക്ക ഞാൻ വരില്ല. എന്നെ തൊട്ടപ്പുറത്ത് വിടും, ഞാൻ വരില്ല കക്ക, ഞാൻ വരില്ല. എന്താ പ്രശ്നം? കുട്ടി പ്രശ്നം അവതരിപ്പിച്ചു. പ്രശ്നം ഇതായിരുന്നു പ്രശ്നം. ഫേസ്ബുക്കായിരുന്നു പ്രശ്നം. പ്രശ്നം പരിഹരിച്ചെങ്ങനെയെന്നറിയോ? ഈ ഫോണിനൊരു പ്രത്യേകത ഉണ്ട്. ഫോണിന്റെ പ്രത്യേകത, അമ്മ തോണ്ട, അച്ഛൻ വേറെ സ്ഥലത്തിൽ നിന്ന് തോണ്ടും. അവളോട് പോയി പഠിക്കാൻ പറയും. കുട്ടി പഠിക്കോ? കുട്ടിയുടെ ശ്രദ്ധ എവിടെയാ? പിന്നെ എങ്ങനെ കുട്ടി പഠിക്കും? സന്ധ്യാസമയത്ത് ടി വിയിൽ സീരിയൽ കണ്ടുകൊണ്ടിരിക്കും. മോളോട് പോയി പഠിക്കാൻ പറയും, മോനോട് പോയി പഠിക്കാൻ പറയും. കുട്ടി പഠിക്കോ? അപ്പോ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് ടി വി ഓഫ് ചെയ്യും, മൊബൈല് ഓഫ് ചെയ്യാം, സ്വിച്ച് ഓഫ് ചെയ്യാൻ മാറ്റി വെക്കാം. ആർക്ക് വേണ്ടി? ഞാനൊരു ചോദ്യം കൂടി ചോദിച്ചു, നിങ്ങൾ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? നിങ്ങൾ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? മക്കൾക്ക് വേണ്ടിയാണെങ്കിൽ ഫോൺ ഓഫ് ചെയ്യണം. മക്കളെ പഠിക്കണോ? മക്കൾ ഉയർന്ന നിലവാരത്തിൽ എത്തണോ? ടിവിയും എന്ന് വേണ്ട, ഈ പറഞ്ഞിരിക്കുമ്പോ ടി വി വേണ്ടെന്നല്ല ഞാൻ പറയണേ. കാണണം, വാർത്തകൾ കാണണം, ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയണം. പക്ഷേ കുട്ടി പഠിക്കുന്ന സമയത്ത് അത് ഓഫ് ചെയ്യണം. മൊബൈല് സ്വിച്ച് ഓഫ് ചെയ്യണം, മാറ്റി വെക്കണം, കുട്ടിയുടെ കൂടെ ഇരിക്കണം. കുട്ടി പഠിക്കണമല്ലോ ഇല്ലെന്ന് അറിയണം. അമ്മ ഒരു സ്ഥലത്ത് പോയിക്കൊണ്ടും അച്ഛൻ വേറെ ഒരു സ്ഥലത്ത് പോയിക്കൊണ്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. മക്കളായിട്ടൊരു ബന്ധമില്ല. അറിയോ നിങ്ങൾ? മക്കളെ കൂടി ഇരിക്കണം, എല്ലാവരും കൂടി വട്ടം കൂടി ഇരിക്കണം. അച്ഛനും അമ്മയും മക്കളൊക്കെ കൂടി. എന്നിട്ട് അമ്മ അന്നത്തെ അടുക്കളയിലെ ശേഷമൊക്കെ പറയണം. അച്ഛൻ്റെ ജോലിക്ക് പോയുള്ള സംഭവങ്ങൾ, ബസ്സിലെ ടൂറിന് പോയപ്പോഴുള്ള സംഭവങ്ങൾ ഒക്കെ പറയണം. അപ്പൊ കുട്ടി പറയും, അച്ഛാ ഞാൻ ഇന്ന് സ്കൂളിലേക്ക് പോയപ്പോൾ റോട്ടിൽ ഇങ്ങനെയൊക്കെ കണ്ടു, ഒരു എനിക്കൊരു മിഠായി ആയിരുന്നു. അപ്പൊ നമ്മൾ പറയണം, ഇങ്ങനെ മേടിക്കുന്നില്ല, അപകടമാണ്, മയക്കുമരുന്നൊക്കെ ഉണ്ടാകും, മേടിക്കാൻ പാടില്ല. പറയാനൊരു അവസരം കിട്ടിയ കുട്ടികളെ കൊണ്ട് ഇങ്ങോട്ട് പറയിപ്പിക്കണം, അത് ശീലമാക്കണം. അങ്ങനെ ശീലമായാൽ കുട്ടികളോ എന്ന് നമ്മളോട് പറയുന്നത് ശീലമായാൽ നാളെ അവൻ +2 പഠിക്കുമ്പോ നമ്മളോട് വന്നിട്ട് ഇങ്ങോട്ട് പറയും, അമ്മ എൻ്റെ ക്ലാസ്സിൽ നിന്നൊരു സംഭവം ഉണ്ടായി, അമ്മ എൻ്റെ സ്കൂളിൽ എത്തിയിട്ട് സംഭവം ഉണ്ടായി. അവർക്കുണ്ടാകുന്ന അപകടങ്ങളെ അപ്പൊ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ ഇന്നത്തെ കുട്ടികളെ സ്കൂളിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും പറയില്ല. അത് അപകടം. അവരെന്ത് കെണി ചെന്ന് ചാടിയാൽ നമ്മൾ അറിയില്ല. അവസാനം നമ്മൾ അറിയുന്നത് ഒരിക്കലും അവരതിന് ഊരിയെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോഴാണ് നമ്മളത് അറിയുന്നത്. പെട്ടുപോകും നമ്മൾ. അതുകൊണ്ട് കുട്ടികൾക്ക് ശൈശവകാലത്തിൽ തന്നെ നമ്മളെ പരിശീലനം കൊടുക്കണം. കുട്ടികൾ ഒരുമിച്ചിരിക്കണം, അച്ഛനും അമ്മയും കുട്ടികളൊക്കെ ഒരുമിച്ചിരുന്നിട്ട് നമ്മൾ വിശേഷം തുടങ്ങണം. അമ്മയുടെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു രസകരമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകണം. അച്ഛന് പറയണം. അപ്പൊ കുട്ടിയുടെ സ്കൂൾ വിശേഷങ്ങളും വണ്ടിയിൽ പോയതും വണ്ടിയിൽ വന്നതും ഒക്കെ ഇങ്ങനെ പറയും. അതിങ്ങനെ ശീലമായി പോയാൽ +2 പഠിക്കുമ്പോഴും ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും കുട്ടി തന്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയും. അവിടെ നിന്ന് നമുക്ക് കുറേ കിട്ടും. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, അത് പ്രശ്നമാണല്ലോ, അത് പരിഹരിക്കണമല്ലോ, അല്ലെങ്കിൽ അത് അപകടത്തിലേക്കാണല്ലോ പോക്ക്. അപ്പൊ അത് പരിഹരിക്കാൻ ടൈം കിട്ടും, ഇല്ലെങ്കിൽ കിട്ടില്ല. നിങ്ങൾക്കറിയോ, ഒരു ഉദാഹരണം ഞാൻ പറയാം. എൻ്റെ ഒരു സുഹൃത്ത് കണ്ണീരോടുകൂടി എന്നോട് പറഞ്ഞൊരു വാക്ക്, കണ്ണീരോടുകൂടി. അദ്ദേഹം വർഷങ്ങളോളം ഗൾഫിൽ കിടന്ന് അധ്വാനിച്ച് നാട്ടിൽ വന്ന് ബിസിനസ്സൊക്കെ ചെയ്ത് കുറെ ബിൽഡിങ്ങുകളൊക്കെ പണിതു വാടക കൊടുക്കാം. എൻ്റെ സുഹൃത്താണ്,
മാളയിൽ. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, റഷീദേ, എൻ്റെ കുട്ടിക്ക് ഒരു ഈർക്കിരി പോലും വെച്ച് ഞാൻ അവിടെ തല്ലിയിട്ടില്ല, ഒരു ഈർക്കിരി പോലും. പക്ഷെ കോടതിയുടെ മുമ്പില്, ജഡ്ജിയുടെ മുമ്പിൽ വെച്ച് എന്നെ വേണ്ട 2 മണിക്കൂർ മുമ്പ്, 24 മണിക്കൂർ മുമ്പ്, 2 ആഴ്ച മുമ്പ്, 2 മാസം മുമ്പ് പരിചയപ്പെട്ട അവനെ മതി എനിക്ക് എന്ന് പറഞ്ഞ് അവൾ പോയപ്പോ എന്റെ ചങ്ക് പൊട്ടി റഷീദേ എന്ന് പറഞ്ഞു. ഡിഗ്രിക്ക് ഒരുമിച്ച് പഠിച്ച പയ്യന്റെ ഒപ്പം പോയിട്ട് കോടതിയിൽ വെച്ച് ജഡ്ജിയുടെ മുമ്പിൽ ആരുടെ കൂടെ പോകണം എന്ന് ചോദിച്ചപ്പോ എനിക്ക് എൻ്റെ ചെറുക്കൻ്റെ കൂടെ പോയാൽ മതി എന്ന് പറഞ്ഞു. അച്ഛൻ്റെ കൂടെ പോകണ്ട, വാപ്പാടെ കൂടെ പോകണ്ട, ഉമ്മാടെ കൂടെ പോകണ്ട എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തിന്റെ കുറവാ? എന്തിന്റെ കുറവാ? എന്തിന്റെ കുറവാ അവർക്ക് സംഭവിച്ചത്? പൊട്ടിക്കളഞ്ഞിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, കെട്ടിപ്പിടിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കാണ്, ഞാൻ ഒരു ഈർക്കിരി പോലും വെച്ച് എൻ്റെ കൂടെ ഞാൻ തല്ലിയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്താ സംഭവിച്ചെന്നറിയോ? നമ്മൾ നമ്മുടെ മക്കൾക്ക് അച്ചടക്കം, ഡിസിപ്ലിൻ കൊടുക്കില്ല, അച്ചടക്കം കൊടുക്കില്ല. അവരുടെ വളർച്ച നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായി? അവരുടെ ഓരോ വളർച്ചയുടെ ഘട്ടത്തിലും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അവർക്ക് മനസ്സിലായോ? എല്ലാം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ബാപ്പയുടെയും ഉമ്മയുടെയും മഹത്വം ഞാനൊരു പോയിന്റ് കൂടി നിങ്ങളെ മനസ്സിലാക്കി തരികയാണ്. ഞാൻ പറയാണ്, ഒരു വളരെ പ്രാധാന്യമുള്ളൊരു വാക്കാണ്, വളരെ പ്രാധാന്യം. എന്താ പറഞ്ഞത്? പറയാൻ പറ്റില്ല അല്ലെ? അമ്മമാരുടെ കാൽപാദത്തിന്റെ അടിയിലാണ് സ്വർഗം. നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങൾ നിസ്സാരക്കാരാണ്. അമ്മമാരുടെ കാൽപാദത്തിന്റെ അടിയിലാണ് ദൈവം സ്വർഗം കൊണ്ടുപോയി സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത്. എനിക്ക് സ്വർഗം കിട്ടണമെങ്കിൽ ഞാൻ എവിടെ പോകണം? അമ്മയുടെ കാൽപാദത്തിന്റെ അടിയിൽ പോയി അത് കിട്ടണം. അതിന് ഞാൻ എന്ത് ചെയ്യണം? കുനിയണം, താഴണം. അതല്ലേ അമ്മയുടെ മുമ്പിൽ എന്ത് ചെയ്യണം? അമ്മയുടെ മുമ്പിൽ ഞാൻ എന്ത് ചെയ്യണം? താഴണം. അല്ലേ? അമ്മ നിൽക്കുകയാണെങ്കിലും ഇരിക്കുകയാണെങ്കിലും കിടക്കുകയാണെങ്കിലും എനിക്ക് താഴെ വരും, എനിക്ക് കുനിയേണ്ട വരും, എനിക്ക് ഒരുപാട് താഴേണ്ട വരും. ആ സ്വർഗം കിട്ടണമെങ്കിൽ അമ്മയുടെ മുമ്പിൽ താഴണം, വിനയം കാണിക്കണം. ചേ എന്നൊരു വാക്ക് പോലും ആ ഉമ്മയോടും ബാപ്പയോടും അച്ഛനോടും അമ്മയോടും പറയരുത്. ഒരു കുട്ടി ചേ എന്നൊരു വാക്ക്, എന്താ ഈ ചേ എന്ന് പറയണം? ചേ അറിയുന്നത് നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചേ എന്ന് പറയാൻ, ഇഷ്ടപ്പെടാതെ വരുമ്പോഴാണ് ചേ എന്തേ പറയുന്നത്, അതുപോലും പറയാൻ പാടില്ല അമ്മയോട് അച്ഛൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മാതാപിതാക്കൾ, ഇവിടെ അച്ഛനെ ഒഴിവാക്കണ്ട, മാതാപിതാക്കളുടെ കാലിന്റെ അടിയിലാണ്, കാൽപാദത്തിന്റെ അടിയിലാണ് സ്വർഗം. ആ സ്വർഗം ലഭിക്കണമെങ്കിൽ അമ്മയുടെ അച്ഛന്റെ കാൽപാദത്തിലേക്ക് നമുക്ക് ചെന്നിട്ട് അത് കിട്ടണമെങ്കിൽ ഒരുപാട് കുനിയണ്ടേ, ഒരുപാട് താഴണ്ടേ. ആ പ്രയോഗം നിങ്ങൾ നോക്കിയേ, ഒരുപാട് താഴ്ന്നവരുടെ മുമ്പിൽ അവരൊന്നും പറയാൻ പാടില്ല. അവര് നമ്മളോട് തെറ്റ് ചെയ്താലും, നമ്മളോട് എന്ത് കുറ്റം പറഞ്ഞാലും, എന്ത് വഴക്ക് പറഞ്ഞാലും അതൊന്നും നമ്മൾ പരിഹരിക്കാൻ പാടില്ല. അമ്മയാണ്. ഇപ്പൊ ചില അമ്മമാരെ കൊണ്ടുപോയി റോട്ടിലാക്കിയിട്ട് പോകുമ്പോൾ വാർത്ത വായിക്കാറില്ലേ? അല്ലേ? അമ്മമാരെ കൊണ്ടുപോയിട്ട് നീയും റോട്ടിൽ കൊണ്ടുപോയാക്കും, റോട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ട് പോരും. അങ്ങനത്തെ കുറെ മക്കളുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? മക്കൾക്ക് അമ്മമാരുടെ അച്ഛന്മാരുടെ മഹത്വം മനസ്സിലാക്കി കൊടുത്തില്ല. നമ്മുടെ മക്കൾക്ക് അമ്മയുടെയും അച്ഛൻ്റെയും മഹത്വം മനസ്സിലാക്കി കൊടുക്കണം. അത് നമ്മൾ വീട്ടിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ മൊബൈൽ കണ്ടിട്ടല്ല ഭക്ഷണം കഴിക്കുന്നത്. മൊബൈലൊക്കെ മാറ്റി വെക്കണം. ഈ മൊബൈല് നമ്മുടെ കുടുംബം നശിപ്പിച്ച് കളയും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. സമയം വൈകി, കുറച്ച് നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു. ഇനിയും ഇതുപോലുള്ള വേദികൾ കിട്ടിയാൽ നമുക്ക് സംസാരിക്കാം. നല്ലൊരു വിഷയത്തിൽ നമുക്ക് സംസാരിക്കുന്നതാണ്. എൻ്റെ ചെറിയ ലേഖനങ്ങൾ വാട്സപ്പിൽ നിങ്ങൾക്ക് ക്ലാസ് ടീച്ചർ അയച്ചു തരും. ഞാൻ എഴുതുന്ന മക്കൾക്ക് വേണ്ടി, രക്ഷിതാക്കൾക്ക് വേണ്ടി ചെറിയ ചെറിയ ലേഖനങ്ങൾ, കുറച്ച് ചില ലേഖനങ്ങൾ നീണ്ടു
തൃശൂർ മരോട്ടിച്ചാലിൽ 70-കാരന്റെ കീശയിൽ കിടന്ന മൊബൈൽ പൊട്ടിത്തെറിച്ചു എന്ന വാർത്ത കൂടിയാണ് വരുന്നത്. മരോട്ടിച്ചാൽ സ്വദേശി ഏലിയാസിന്റെ ഫോണാണ് പൊട്ടിത്തെറിച്ചത്. CCTV ദൃശ്യങ്ങൾ മനോരമ ന്യൂസിന് ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് വളരെ വൈകാതെ തന്നെ വരാൻ കഴിയും. നിഖിൽ, ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് സംബന്ധിച്ച് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ്? അനൂപ്, ഇന്ന് രാവിലെ 10 മണിയോടെയാണ് തൃശൂർ മരോട്ടിച്ചാലിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. CCTV ദൃശ്യങ്ങൾ നമ്മൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാവുന്നത് മരോട്ടിച്ചാൽ സ്വദേശിയായ ഏലിയാസ് ചായ കുടിക്കാൻ വേണ്ടി ഹോട്ടലിൽ ഇരിക്കുന്ന സമയത്താണ് കീശയിൽ നിന്ന് പെട്ടെന്നൊരു പൊട്ടിത്തെറി ഉണ്ടാവുകയാണ്. പൊട്ടിത്തെറിയാൽ ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാവും കീശയിൽ തീ പടരുന്നു. ആ പൊട്ടിത്തെറിക്ക് പിന്നാലെ തീ പടരുകയായിരുന്നു. പഴയൊരു ഫോണായിരുന്നു ഏലിയാസിന്റെ പക്കൽ ഉണ്ടായിരുന്നത്. ആ ഫോണിന്റെ ബാറ്ററി പൊട്ടിത്തെറിച്ചതാണ് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ മനസ്സിലാവുന്നത്. കാരണം ഒരു വേറെ തീ പിടിക്കാൻ പാകത്തിലുള്ളതൊന്നുമില്ലായിരുന്നു. പക്ഷെ ആ കീച്ചയിലുണ്ടായിരുന്ന ഫോൺ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നുള്ളതാണ്. പിന്നാലെ ഷർട്ടിലേക്ക് തീ പടരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ ആ തീ കിടത്താൻ കഴിഞ്ഞു. ഉള്ളിലുണ്ടായിരുന്ന അതായത് കീച്ചയിലുണ്ടായിരുന്ന ഫോൺ ഉടനെ തന്നെ അവിടെ ചായക്കടയിലുണ്ടായിരുന്നവരും പുറത്തേക്ക് എടുത്ത് എറിഞ്ഞു. അങ്ങനെ കൂടുതൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പിന്നീട് വെള്ളമൊഴിച്ച് കെടുത്തുകയായിരുന്നു. വേറെ 70 വയസ്സുള്ള ഏലിയാസിന് വേറെ പരിക്കൊന്നും ഏറ്റിട്ടില്ല. അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. കാരണം ആ ശരീരത്തിൽ ഉള്ള വസ്ത്രത്തിന് മുഴുവനായി തീ പിടിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ പൊള്ളലേൽക്കുമായിരുന്നു. നിലവിൽ പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇങ്ങനെ ഫോൺ ബാറ്ററി ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് ഒരുപക്ഷെ എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് വിദഗ്ധമായ പരിശോധനകൾ വേണ്ടിവരും. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി തൃശൂർ ജില്ലയിൽ തന്നെ ഫോൺ ബാറ്ററി പൊട്ടിത്തെറിച്ച് മരിച്ചിരുന്നു. തൃശൂർ തിരുവില്ലാമലയിൽ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് 8 വയസ്സുകാരി മരിച്ചു. മൊബൈൽ ഫോണിൽ വീഡിയോ കാണുന്നതിനിടെ ഫോൺ പൊട്ടിത്തെറിക്കുകയായിരുന്നു. വിവരങ്ങൾ നൽകാൻ സൂര്യ സുജി ചേരുന്നു. സൂര്യ, ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മനസ്സിലാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ രാത്രി 10:30 ഈ ഒരു അപകടം ഉണ്ടായിരുന്നത്. ഈ 8 വയസ്സുള്ള ഈ കുട്ടി, അതായത് ആദിത്യശ്രീ, ഈ മൊബൈൽ ഫോണിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടെ ഫോൺ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അതായത് മൊബൈൽ ഫോൺ ചാർജിൽ ഇട്ടിരിക്കുകയായിരുന്നു. ഈ കുട്ടി ആ ചാർജിലിട്ട മൊബൈലിലായിരുന്നു വീഡിയോ കണ്ടുകൊണ്ടിരുന്നത്. പിന്നീട് ഫോൺ ചൂടായതിനെ തുടർന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമികമായി നമുക്ക് കിട്ടുന്ന വിവരം. ഈ കുട്ടി പുനർജനിയിലെ ക്രൈസ്റ്റ് ന്യൂ ലൈഫ് സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. 8 വയസ്സായിരുന്നു. പഴയന്നൂർ പോലീസ് ഇപ്പോൾ കുട്ടിയുടെ വീട്ടിലെത്തി മേൽനടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഇന്ന് ഉച്ചയോടെ തന്നെ ഫോറൻസിക് വിഭാഗം ഈ വീട്ടിലെത്തി പരിശോധന നടത്തുന്നതാണ്. ഈ ഒരു ഫോറൻസിക് പരിശോധന നടന്നു കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. ഈ കുട്ടിയുടെ വീടിന് ചുറ്റുമുള്ള അയൽവാസികൾ പറയുന്നത് ഇന്നലെ രാത്രിയോടെ ഒരു സ്ഫോടന ശബ്ദം ഈ വീട്ടിൽ നിന്ന് കേട്ടതായ അയൽവാസികൾ ആരോപിക്കുന്നുണ്ട്. ഏതായാലും വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണ്. ഈ ദമ്പതികളുടെ ഏക മകളാണ് ഈ 8 വയസ്സുള്ള കുട്ടി. ഈ വീടിനുള്ളിൽ ഈ കുട്ടിയുടെ മുത്തശ്ശി ഉണ്ടായിരുന്നു. ഇവർക്കായുള്ള ഒരു ഓക്സിജൻ സിലിണ്ടറും വീടിനുള്ളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് കൂടുതലായി സംഭവിച്ചത് എന്ന ഒരു ഫോറൻസിക് വിഭാഗം വീട്ടിൽ പരിശോധന നടത്തിയാൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അസിത, മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചാണ് 8 വയസ്സുകാരി മരിച്ചത്. വീഡിയോ കാണുന്നതിനിടെ ഫോൺ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം.